പ്രിയമുള്ളവരെ, നമുക്ക് മഹാത്മാ പുരസ്കാരം കിട്ടിയതോടനുബന്ധിച്ചുള്ള ഒരു ചെറിയൊരു സന്തോഷം പങ്കിടുന്നതിനാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒന്നിച്ചു ചേരലിന് സ്വാഗതം പറയുന്നതിനായി മൂന്നാൾ ഷാജി മെമ്പറെ ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി സർല വിൽസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ ജി മംഗൾവാസ്, BDO നമ്മുടെ JS, നമ്മുടെ NREGയുടെ AE, ജനപ്രതിനിധികൾ, NREGയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉദ്യോഗസ്ഥന്മാരെ, പ്രിയമുള്ളവരെ, സ്നേഹിതരെ, വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് നാം ഈ ഗ്രാമപഞ്ചായത്ത് ഇന്ന് നിൽക്കുന്നത്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ അധ്വാനത്തിൻ്റെ ഈ ഫലമായിട്ട് കിട്ടിയ മഹാത്മാ പുരസ്കാരം ഇന്ന് നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്ത് നേടിയിരിക്കുകയാണ്. അക്കാരണത്താലാണ് നമ്മളിന്ന് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റുവാൻ ഇതിനുവേണ്ടി പ്രയത്നിച്ച മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി അവരെ അഭിനന്ദിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും, തീർച്ചയായും നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന അവാർഡുകൾ തീർച്ചയായും നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അത് സ്വാഭാവികമായി വാർഡ് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനുമായി ബന്ധപ്പെട്ടും, പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ 10,000-കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ റോഡുകളും നടപ്പാതകളും കുളങ്ങളും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലും ഒക്കെ തന്നെ നമുക്ക് തീർച്ചയായും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് വ്യാപകമായ പരാതികളും പരിഭവങ്ങളും തർക്കങ്ങളും അടക്കെ നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും, അതോടൊപ്പം തന്നെ ഇതിന് പ്രവർത്തിക്കുന്ന ആളുകളെ വിശ്വാസത്തിലെടുക്കുവാനും എപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഈ മഹാത്മാ പുരസ്കാരം ഈ ഗ്രാമപഞ്ചായത്ത് വാങ്ങിക്കൊണ്ടുവരാൻ സാധിച്ചത്. ഒരുപക്ഷെ നമുക്കറിയാം, കേരളത്തിൻ്റെ 1ാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. നമുക്ക് മറ്റ് പ്രഗത്ഭരായിട്ടുള്ള ജനപ്രതിനിധികൾ ഭരണം നടത്തുന്ന ആ പഞ്ചായത്തിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മലയോര പ്രദേശമായ വെള്ളട ഗ്രാമപഞ്ചായത്ത്, അത് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാജ്മോഹൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഈ ഒരു വലിയൊരു സുവർണ അവസരം നേടുവാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല, പഞ്ചായത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മേഖലകളൊക്കെ തന്നെ നമുക്ക് പൂർണ്ണ തോതിൽ വിജയം കൈവരിക്കുവാനും, അത്തരത്തിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ചെലവഴിച്ച പഞ്ചായത്ത് എന്നുള്ളതും, ഏറ്റവും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വെള്ളട ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അത്തരത്തിലുള്ള അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം. അതിന് നന്ദി കുറിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്ന് ഈ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളെ വിളിച്ച് ചേർത്ത് അവരെ അഭിനന്ദിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ യോഗം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇനിയും ഈ തൻവർഷമായാലും നമുക്ക് കൂടുതൽ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിന് നമുക്ക് ഒരു വികസന രേഖ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇനിയും ഒട്ടേറെ നമ്മൾ കൈയെത്താൻ സാധിക്കാത്ത മേഖലകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങളും കൂടുതൽ മെറ്റീരിയൽ വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് ദേശീയ തലത്തിൽ തന്നെ 1ാം സ്ഥാനം വാങ്ങുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന സമയത്ത് ദേശീയ തലത്തിൽ 1ാം സ്ഥാനം ഈ പഞ്ചായത്ത് നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇന്ന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറിയൊരു വ്യത്യാസത്തിലാണ് നമുക്ക് അവാർഡ് നിരസിക്കപ്പെടേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും 1ാം സ്ഥാനം, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും 1ാം സ്ഥാനം നേടുവാൻ തക്ക വിധമുള്ള ഒരു സംവിധാനം ഇന്നുകൂടുണ്ട്. കാരണം ഇവിടുത്തെ നമ്മുടെ NREGയുടെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രഗത്ഭരായ ആളുകളാണ്. അവർ ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക്
തെളിയിച്ചിട്ടുമുണ്ട് ഈ പഞ്ചായത്തിൽ. അപ്പോൾ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് തീർച്ചയായും മുന്തിയ പരിഗണന കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് അവരുടെ ഓഫീസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റേത് പഞ്ചായത്തിനേക്കാളും നല്ല മികച്ച രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അപ്പോൾ ഇത്തരത്തിലുള്ള അവാർഡ് കൂടി ഞങ്ങൾക്ക് വാങ്ങിത്തരുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുവാൻ ഈ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ സന്തോഷ ദിനത്തെ ആഘോഷിക്കുവാനും അവരെ അഭിനന്ദിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമായി കാണുന്നു. നിങ്ങൾ എല്ലാവിധമായ അഭിനന്ദനങ്ങളും പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് എൻ്റെ സ്വാഗതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഞാൻ ഈ യോഗത്തിലേക്ക് എൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ ശ്രീമതി സർല വിൻസെന്റിനെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുവാനും പങ്കെടുത്തതിൽ അദ്ദേഹം സന്തോഷം. അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തന്മയത്വത്തോടു കൂടി നമുക്കെല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് നമുക്കിവിടെ ഉള്ളത്. ചില പിണക്കങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ തന്നെ അപ്പോൾ തന്നെ മറന്നുകൊണ്ട് നമ്മുടെ വികസനവും നമ്മുടെ ജനങ്ങളുടെ ക്ഷേമവുമാണ് പ്രധാനമെന്ന് കണ്ടുകൊണ്ട് ഈ പുരസ്കാരം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷേ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കാം. അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അദ്ദേഹം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു ചെയർമാൻ കൂടിയാണ്. അദ്ദേഹവും ഇതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായുള്ള ഇടപെടലുകളിലൂടെ ഇതിനെ മെച്ചമായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇതിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ വെലിങ്ങോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ BDO അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ബ്ലോക്ക് ഡിവിഷനെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത് പ്രധാനം വഹിക്കുന്നത്. ജോയിൻറ്റ് BDO ഉണ്ട്. ഈ രണ്ടുപേരും നമുക്ക് വളരെ ചുറുചുറുക്കോടുകൂടി ഈ പദ്ധതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതിലുപരി സംസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 1ാം സ്ഥാനം നേടുവാൻ പെരിങ്ങോട് ബ്ലോക്ക് പഞ്ചായത്ത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിന്. അദ്ദേഹത്തെയും ആ പ്രവർത്തന മികവിന് വേണ്ടിയുള്ള അധ്വാനത്തിന്റെ ഫലമായി ലഭിച്ചു. അദ്ദേഹത്തിന് ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചുള്ള അതിയായ സന്തോഷം അറിയിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും അതോടൊപ്പം നമ്മുടെ AE അടക്കമുള്ള NRE മുഴുവൻ ഡാറ്റ എൻട്രി അടക്കമുള്ള ഓഫീസർമാർ എല്ലാവരെയും നമ്മുടെ JS അടക്കമുള്ള എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മംഗൾദാസ് അവറുകളെ, നമ്മുടെ പ്രിയമുള്ള AS, JS, മറ്റ് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു മഹാത്മാ പുരസ്കാരം ലഭിച്ചതിൽ തന്നെ. അതിൻ്റെ ഈ മഹാത്മാ പുരസ്കാരം ലഭിക്കുന്നതിനായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മഹാത്മാ പുരസ്കാരം ലഭിച്ചത് തന്നെ. നമുക്കറിയാം, നമ്മുടെ സർക്കാരിൻ്റെ ടാർഗറ്റുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡുകളിൽ, നമ്മുടെ പഞ്ചായത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കുകയും അതിനോടൊപ്പം തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, നമ്മുടെ പ്രകൃതിയുടെ ശുചിത്വം പരിഗണിച്ചുകൊണ്ട് കമ്പോസ്റ്റ് പിറ്റ്, സോക്ക് പിറ്റ്, സോളാർ ടാങ്ക്, കിണർ റീചാർജ് എന്നീ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നന്നായി ചെയ്യുകയും അതോടൊപ്പം തന്നെ കാർഷിക കുളങ്ങൾ നമ്മൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. കാർഷിക കുളങ്ങൾ നിർമ്മിച്ചു, കൃഷിക്ക് അനുയോജ്യമായ കാർഷിക കുളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ മീൻ വളർത്തൽ പദ്ധതിയൊക്കെ നമ്മൾ നടപ്പിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികൾക്കെല്ലാം 100 തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊടുക്കുന്നതിന് സാധിച്ചു. അതോടൊപ്പം നമ്മുടെ SC ST പെട്ടവർക്കും അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട സമയത്ത് അർഹമായ കൈകളിൽ എത്തിക്കുന്നതിന് നമ്മുടെ തൊഴിലുറപ്പിന്റെ ഉദ്യോഗസ്ഥരും അവരോടൊപ്പം നിന്ന ജനപ്രതിനിധികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങളാണ് ഈ സമയത്ത് നൽകുന്നത്. ഇപ്പൊ നമുക്ക് ലഭിച്ച ഈ ഒരു മഹാത്മാ പുരസ്കാരത്തിന് ഒരുപാട് പേരുടെ നിർഫലമായ ഒരുപാട് പ്രവർത്തികളുണ്ട്. അതിനോടൊപ്പം നമ്മുടെ ഭരണസമിതിയുടെ നമ്മുടെ പ്രധാന അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മേൽനോട്ടത്തിന്റെ കീഴിലാണ് നമുക്ക് ഇങ്ങനെ ഒരു വളരെ മനോഹരമായ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പൊ ബ്ലോക്കിൽ നിന്ന് നമുക്ക് പല പ്രാവശ്യങ്ങളിൽ പല നിർദ്ദേശങ്ങൾ വന്നു. GA ടാഗൊക്കെ പെൻഡിംഗ് ആണ്, കൃത്യസമയത്ത് നമ്മുടെ ഓവർസർമാരെല്ലാം കൃത്യമായി ചെയ്യണം. ഇങ്ങനെ ബ്ലോക്കിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജനപ്രതിനിധികളും അതോടൊപ്പം നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ EOമാരും ഓവർസിയർമാരും AE ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിച്ചതിന്റെ ഫലം തന്നെയാണ്
നമുക്കിങ്ങനെ ഒരു സന്തോഷം ലഭിച്ചത്. ഈ സന്തോഷം ഇന്നിവിടെ ഐസ്ക്രീം കുടിച്ച് തീർക്കാതെ അടുത്ത 2023 അടുത്ത വർഷത്തിന്റെ അവാർഡ് ദാനം വരുമ്പോ നമ്മൾ വീണ്ടും ഈ ഒരു പദ്ധതിയിലേക്ക് കടന്നു വന്ന് ഈ സന്തോഷം ഇതിനേക്കാൾ ഇരട്ടി മധുരം ലഭിക്കുന്നതിന് തക്ക പ്രവർത്തികൾ നമുക്ക് ചെയ്യണം. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളിലും നമ്മുടെ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പിന്റെ ജീവനക്കാരെ നമ്മൾ പല പ്രാവശ്യം വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കാണും. പക്ഷെ അതെല്ലാം അതേ ക്ഷമിച്ചുകൊണ്ട് ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്തോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനായി ഞാൻ ബഹുമാനമുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KG മംഗൾദാസ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനീയനായ BDO, JS, പഞ്ചായത്ത് മെമ്പർമാർ, തൊഴിലുറപ്പ് AE, LSCD AE, മറ്റ് ജീവനക്കാരെ, പ്രിയമുള്ളവർ, വളരെ സന്തോഷമുണ്ട്. വെള്ളട ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ മഹാത്മാഗാന്ധി പുരസ്കാരം വെള്ളട ഗ്രാമപഞ്ചായത്ത് ലഭ്യമായി. 2021-22 വാർഷിക പദ്ധതിയിൽ വെള്ളട ഗ്രാമപഞ്ചായത്ത് ഈ അവാർഡ് വാങ്ങേണ്ടതാണ്. ആ അവാർഡിന് നമ്മുടെ ഭാഗത്തുണ്ടായ കൊച്ചു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് 21-22 വാർഷിക പദ്ധതിയിൽ നമുക്ക് അവാർഡ് ലഭ്യമാകാതെ പോയത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പോരായ്മ, ആ പോരായ്മ കണ്ടുപിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് അന്ന് AEയും അതുപോലെ തന്നെ പ്രദീപിനെയും ബന്ധപ്പെട്ട പോരായ്മകൾ ചോദിച്ചു, പോരായ്മകൾ കണ്ടുപിടിച്ചു. അന്ന് ബ്ലോക്ക് AEയുമായി സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാരണം കൊണ്ടാണ് നമുക്ക് അത് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. വീണ്ടും അതുണ്ടാവരുത് എന്നും ഈ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് തുടരാൻ കഴിയില്ല ഇനി ഇത് ഇങ്ങനെ സംഭവിച്ചാൽ എന്നുള്ളൊരു വലിയ താക്കീത് അന്നത്തെ സമയത്ത് വിളിച്ചു കൊടുക്കേണ്ടായി. അത് വളരെ വിഷമത്തോടു കൂടെയാണ് ആ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ഈ പഞ്ചായത്തിന് ഒരുപക്ഷെ തൊഴിലുറപ്പ് ഇങ്ങ് ഒരു ശാപമാണ് എന്ന് വരെ ഞാൻ പറയേണ്ട അവസരം എനിക്ക് അപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. ശക്തമായി ഞാനത് പറഞ്ഞു. നിസ്സാരമായി നമുക്കത് നഷ്ടപ്പെട്ടപ്പോൾ കഴിഞ്ഞ വർഷം ഇതുമായി പിന്നെ ഇതിൻ്റെ പഞ്ചായത്ത് ദിനാഘോഷം നടന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ്. അന്ന് വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് അവിടെ ഒരിടവും കേൾക്കാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തും മമ്പൂരി ഗ്രാമപഞ്ചായത്തും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് 22-23 വാർഷിക പദ്ധതിയിൽ ശേഷം 120 വർക്കുകളാണ്, കോൺട്രാക്ട് വർക്കുകൾ നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്തു. തൊഴിൽ ദിനങ്ങൾ അതിന് മുമ്പ് കൊടുത്തത് അത്രയും നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും അതിന് മുൻപ് കൊടുത്ത എണ്ണം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും തൊഴിൽ ദിനങ്ങൾ നന്നായി നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പറഞ്ഞ അന്നത്തെ പോരായ്മകളെല്ലാം പരിഹരിക്കാൻ, അന്നത്തെ നമുക്കുണ്ടായിട്ടുള്ള പോരായ്മകളെല്ലാം പരിഹരിക്കാൻ പഞ്ചായത്ത് മെമ്പർമാർക്ക് നിർദ്ദേശം നൽകി. അതനുസരിച്ച് ഓവർസിയർമാരെല്ലാം വർക്ക് ചെയ്തു. അതിൻ്റേതായിട്ടുള്ള ബലം നമുക്ക് കണ്ടു. എങ്കിലും 941 ഗ്രാമപഞ്ചായത്തുള്ള പഞ്ചായത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നത് കൊണ്ട് തന്നെ നമ്മൾ 22-23 വാർഷിക പദ്ധതിയിൽ നമുക്ക് അവാർഡ് ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. പക്ഷേ ചില സാഹചര്യത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് സൂചന ബഹുമാനപ്പെട്ട നമ്മുടെ തൊഴിലുറപ്പിൻ്റെ AE എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കത് പ്രതീക്ഷയില്ല. കാരണം 23-24 നമ്മൾ വൻ പരാജയമാണ്. ഒരുപക്ഷെ ഇപ്പോഴാണ് ഇത് വന്നാൽ നമ്മളെ ഒരു 90 സ്ഥാനത്തായിട്ട് പോകും. അത്രമാത്രം താഴെ അറ്റത്താണ് നമ്മളിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ കുമ്മി മറിഞ്ഞ് വന്നാലും 23-24 നമ്മൾ ഒരിടത്തും ഒന്നും എത്താൻ സാധ്യതയില്ല. അവാർഡ് നമുക്ക് നിലനിർത്താനും കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ ഈ ആത്മാർത്ഥത നിങ്ങൾ കാണിച്ച 24-25 വാർഷിക പദ്ധതിയിൽ വീണ്ടും നമുക്ക് ഈ അവാർഡ് നിലനിർത്താനായിട്ട് കഴിയും. അതിന് ഇനി വിചാരിക്കണം. 23-24 നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും നടക്കൂല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 24-25 നമുക്ക് അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ സപ്പോർട്ടുണ്ട്. നേരത്തെ പൂതാൾ ഷാജി പറഞ്ഞ പോലെ വെള്ളട എനിക്ക് തോന്നുന്നു പെരുങ്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് വിങ്ങിന് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ ചിലപ്പോൾ ഒരുപക്ഷെ വെള്ളട ഗ്രാമപഞ്ചായത്ത് ആയിരിക്കും എന്ന കാര്യം തർക്കം വേണ്ട. ഇത്രയും സൗകര്യപ്രദമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തത് പഞ്ചായത്ത് മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഒട്ടനവധി മാറ്റങ്ങൾ ഈ തൊഴിലുറപ്പ് വിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു ചേർത്തു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ആ വിഷയങ്ങളിലെല്ലാം അതിൻ്റേതായ ഗൗരവം എടുത്തിട്ടുണ്ടെങ്കിൽ ജീവനക്കാരുടെ ഗൗരവം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണവും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും നമുക്കിപ്പോൾ LSTDയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരുപാട് പുറകിലാണ് നമ്മുടെ വർക്കുകൾ നടക്കുന്നത്. പക്ഷേ തൊഴിലുറപ്പിൽ നമ്മൾ ഒരുപാട് മുന്നിലായി. പക്ഷേ മുന്നിലായതിന് പ്രധാന 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആണ്. തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ വർക്ക് ചെയ്ത കാര്യങ്ങളിലുമാണ് നമ്മൾ മുന്നിലെത്തിയത്. 2-3 കാര്യങ്ങൾ മാത്രമാണ്. തൊഴിലുറപ്പ് മറ്റു കാര്യങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അങ്ങനെ അല്ല. അതിലൊരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ എത്താത്തത്. അപ്പോൾ അങ്ങനെയുള്ള പുരസ്കാരമാണ് ലഭ്യമായെങ്കിൽ 10-40-50 ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കിട്ടുമായിരുന്നു. പക്ഷേ അതല്ല, ഇത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എങ്കിൽ പോലും ഈ അവാർഡ് നമുക്കൊരിക്കൽ നേരത്തെ കുദാശായി പറഞ്ഞ പോലെ ഒരിക്കൽ ഈ അവാർഡ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലഭ്യമായതാണ്. അന്ന് ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ പഞ്ചായത്ത് പരിശോധിച്ചപ്പോൾ കാണിച്ചു കൊടുക്കാൻ, അതായത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അസറ്റുകൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ടീമിന് കാണിച്ചു കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ പഞ്ചായത്തിനകത്ത്. ആകെ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏത് ടീം എന്ന് നോക്കിയാലും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെറ്റീരിയൽ വർക്കുകൾ, റോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നടപ്പാലങ്ങൾ ചെയ്തിട്ടുണ്ട്, പാലങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വിധമായ സംവിധാനങ്ങൾ, വർക്ക്ഷെഡുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വർക്ക്ഷെഡ് ആദ്യമായിട്ടാണ്. വർക്ക്ഷെഡ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. അതുപോലെ കുളങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി കാലത്ത് അവസാനവും ഈ ഭരണസഭ വന്നപ്പോഴും നമ്മൾ കുളങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള കുളങ്ങൾ ഗ്രാമപഞ്ചായത്ത് നിലവിലുള്ള കുളങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ കുളങ്ങൾ നന്നായി ചെയ്യാനായിട്ട് കഴിഞ്ഞു. തോടുകൾ, ബണ്ട് സംരക്ഷണങ്ങൾ നമ്മളെ ഗ്രാമപഞ്ചായത്ത് ചെയ്യാൻ കഴിഞ്ഞു. MCF ചെയ്യാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ പുതിയ സംരംഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ADSന്റെ ഓഡിറ്റോറിയം സ്വന്തമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സ്ഥലമുണ്ടെങ്കിൽ ADSന്റെ മീറ്റിംഗ് കൂടാൻ വേണ്ടി ADSന്റെ ഓഡിറ്റോറിയം നിർമ്മിക്കാം, അംഗനവാടികൾ നിർമ്മിക്കാം, MCF നിർമ്മിക്കാം. അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പഞ്ചായത്ത് ചെയ്യുന്നത് പോലെ തൊട്ടടുത്ത പഞ്ചായത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത ഗ്രാമപഞ്ചായത്ത് ഇവരുടെ പഞ്ചായത്താണ്. തൊഴിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മെറ്റീരിയൽ വർക്ക് എടുക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മേഖല ഇത്രയും ശക്തമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ജോലി ഭാരങ്ങൾ കൂടുതലാണ് എന്ന് നമ്മുടെ തൊഴിലുറപ്പിൻ്റെ വിങ് പറയാറുണ്ട്. എങ്കിൽ പോലും അതിന് വ്യത്യസ്തമായി നമ്മൾ ഒരുപാട് സഹായങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് ഇപ്പോൾ മുൻപന്തിയിൽ വരാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് തിരുത്താൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അത് തിരുത്തുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്ന് പുതിയ രൂപത്തിലോട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ 100% വിശ്വസിക്കില്ല. കാരണം 22-23 23-24 അല്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചെടുക്കുന്നില്ല ഞാൻ. തീർച്ചയായിട്ടും 23-24 നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. 24-25 തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഈ അവാർഡ് നിലനിർത്താൻ ഈ ഭരണസമിതിക്കും ഒപ്പം ഈ ജീവനക്കാരുടെ ഈ ഭാഗത്തുനിന്ന് ഒറ്റക്കെട്ടായി നിന്ന് തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് കഴിയും. അതിന് എല്ലാവർക്കും കഴിയട്ടെ. അതെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ വരുന്ന 19-ാം തീയതി നടക്കുന്ന ഈ പഞ്ചായത്ത് ദിനാഘോഷ പരിപാടിയിൽ വെള്ളട ഗ്രാമപഞ്ചായത്ത് അവിടെ വിളിച്ച് ഓതുവാൻ, അവിടെ ഈ ട്രോഫി എടുക്കുവാൻ നമ്മുടെ എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ വിങ്ങും ജനപ്രതിനിധികളും കൂട്ടായിട്ട് നമ്മളെല്ലാവരുമായി തന്നെയാണ് അന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചു പോയി ആ അവാർഡ് ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവരണം. അത് നമുക്കൊരു ആഘോഷമാക്കി മാറ്റണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനമുള്ള വീഡിയേഷൻ യോഗത്തിന്റെ അധ്യക്ഷൻ വെള്ളട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മംഗൾദാസ്, മറ്റു ജനപ്രതിനിധികളെ, JS NRDSന്റെ AE, ATMR, ഓവർസിയർമാർ, ഗ്രാമപഞ്ചായത്തിലെ മറ്റു ജീവനക്കാരെ, 2022-23 സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് നമ്മുടെ വെള്ളറ ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലാകെ 941 പഞ്ചായത്തുകളുണ്ട്. അതിൽ 1-ാം സ്ഥാനമാണ് നമ്മുടെ വെള്ളറ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2-ാം സ്ഥാനം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ഫസ്റ്റ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ജില്ലയിൽ ഫസ്റ്റ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിനാണ്. ഇങ്ങനെ നമ്മുടെ പെരുങ്കുടർ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകളും നന്നായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് പെരുങ്കുടർ ബ്ലോക്ക് പഞ്ചായത്തിനെ സ്വരാജ് ട്രോഫിയിലെ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള
1ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി നിങ്ങൾക്കുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലുള്ള. നമുക്ക് നിങ്ങളെ സുഭിക്ഷ കേരളം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആട്ടിൻകൂട്, അസോള ടാങ്ക്, കാലിത്തൊഴുത്ത്, വർക്ക് ഷെഡ് ഇങ്ങനെയുള്ള ടാർഗറ്റുകൾ കൂടുതലായിട്ട് ഈ പഞ്ചായത്തിൽ ചെയ്തു ആ സാമ്പത്തിക വർഷത്തിലെ. അതുപോലെ തന്നെ വർക്ക് കംപ്ലീഷൻ അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു അവസാന ഘട്ടത്തിൽ. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ആകെ 14 കമ്പോണൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് 1ാം സ്ഥാനം അർഹമായത്. അത് നിങ്ങൾക്കുള്ള അംഗീകാരമാണ്. നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള ഭരണസമിതിയും NRGSൻ്റെ ജീവനക്കാരും, പഞ്ചായത്ത് സെക്രട്ടറി, AS എല്ലാവരും ചെയ്ത ജോലിക്കുള്ള അംഗീകാരമാണ് ഈ കിട്ടിയ സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം എന്ന് പറയുന്നത്. സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. അവർക്ക് പ്രത്യേക ഫണ്ട് ഉണ്ടാവും. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരുള്ള അഭിനന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ്. ഈ നേട്ടം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു മീറ്റിംഗ് ബ്ലോക്കിൽ ജോയിൻ വീഡിയോ എല്ലാവരും ഒക്കെ ഉൾപ്പെട്ട് AE ഒക്കെ ഉൾപ്പെട്ട് നമ്മൾ മീറ്റിംഗ് കൂടിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപടി തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നമുക്ക് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എന്തായാലും ഈ നേട്ടം നമുക്ക് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ നിലവിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിച്ച് നന്നായിട്ട് പ്രവർത്തിച്ച് മുന്നേറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി. നമ്മുടെ ഇൻഷുറൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മംഗൾദാസ് അവരുടെ ശ്രീ രാജ്മോഹൻ, പ്രിയപ്പെട്ട വീഡിയോ, മറ്റു ബഹുമാന്യ ജനപ്രതിനിധി, വളരെ പ്രിയപ്പെട്ട NRGSൻ്റെ ഉദ്യോഗസ്ഥന്മാർ, മാധ്യമപ്രവർത്തകർ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഈ NRGSലെ ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും കൂടുതൽ വേറൊരു ദൃഷ്ടിയിൽ കണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയാണ്. കാരണം ഞാൻ ഒരു മാസത്തിൽ 4 പ്രാവശ്യമെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും ഒരു അസമാധാനം സൃഷ്ടിച്ച വ്യക്തി എന്നുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന സെക്രട്ടറി ഷാജിക്ക് അറിയാം. അപ്പോൾ അവസാനം അവർ പിന്നെ എന്നെ വേറെ ഒരു എന്താ പറയാ, പലരും പലതരത്തിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചവരുണ്ട്. ഇപ്പോൾ മനസ്സിലായിരിക്കാം, ചിലപ്പോൾ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നത് നല്ലതാകാൻ വേണ്ടിയാണ്, ആയതിനു വേണ്ടിയാണ് എന്നുള്ളത്. നമുക്കിപ്പോൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വീഡിയോ തലത്തിലൊരു മീറ്റിംഗ് നടന്നു. അതിലല്പം പോലും ഒരു തെല്ല് പോലും ഒരു അനക്കം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത്. പക്ഷേ ഫണ്ട് അതിനുശേഷം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിന് കുറച്ച് റിപ്പോർട്ട് വീഡിയോയുടെ ബ്ലോഗിൽ അയച്ചിട്ടുണ്ട്. എൻ്റെ സാറിന് തന്നെ നിങ്ങളെ ബ്ലോഗിൽ അയച്ചിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്ത് അറിയാൻ സാധിക്കും. ഫണ്ടുകൾ വന്നതിന് ശേഷം കുറച്ച് ശതമാനം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ജനസംഖ്യയിൽ ഏകദേശം 65,000 ജനസംഖ്യ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സമ്പദ്ഘടന മുന്നോട്ട് പോകുന്നത്. മറ്റു യാതൊരുവിധ വ്യവസായ സംരംഭങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേര് തൊഴിൽ ആവശ്യപ്പെടുകയും കൂടുതൽ പേര് മറ്റേ ബെനിഫിഷ്യറി വർക്കുകളെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ സാധാരണ കുറച്ച് വീഴ്ചകളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ ഇടയുണ്ട്. അത് നമുക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് മുഖേനയും കമ്മിറ്റികൾ മുഖേന എല്ലാം നമുക്ക് നേരെയാക്കി എടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് നമ്മൾ മൊത്തമായും വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഇവിടെ ജോലി ചെയ്യുന്ന NRGSൽ ജോലി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, പ്രത്യേകിച്ച് വെള്ളട ഗ്രാമപഞ്ചായത്തിലെ ഇതിലെ വാർഡുകൾ താമസിക്കുകയും നമ്മളുമായിട്ട് വളരെയേറെ സഹവാസം പുലർത്തുന്നവരും നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാരുമാണ്. അവരെ സ്നേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും അധികം ശാസിക്കുന്നത്, അവരെ പലപ്പോഴും നമ്മൾ ശാസിച്ചത്. അപ്പോൾ അതിന് നമുക്കൊരു അതിരുണ്ട്. അതിനപ്പുറം അവരോട്
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരിപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീമതി സുഗന്ധി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് അല്ലേ തൊഴിൽ പദ്ധതി വന്നത് ആദ്യമായിട്ട് 2005 ശ്രീമതി യശസ്വരിയായ ശ്രീമതി സുഗന്ധി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ യേശുദാസിൻ്റെ പത്നി ശ്രീമതി സുഗന്ധി അത് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറാണ്. അവര് പ്രസിഡന്റായിരുന്ന സമയത്താണ് ഇവരെ ഇപ്പോൾ NRIസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഏകദേശം പേര് അന്ന് അപ്പോയിൻമെന്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവരെ ഏത് ഭരണസമിതി വന്നാലും അവരിങ്ങനെ ജോലി ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതിൽ കുറച്ച് ലാഘവത്തോടെയും പലപ്പോഴും അവർ പെരുമാറിയിട്ടുണ്ടെന്നതിൽ സംശയമില്ല, പെരുമാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഭരണസമിതി സംബന്ധിച്ചിടത്തോളം അവരെ നിയന്ത്രിക്കുവാൻ, ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്. തീർച്ചയായും ഈ പുരസ്കാരം ആരും അപ്രതീക്ഷിതമായൊരു സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരും കരുതിയിട്ടില്ല അല്ലേ ഇവിടെ ഇങ്ങനെ സംസ്ഥാനത്തിൽ 1ാം സ്ഥാനം കിട്ടുമെന്ന് നമ്മൾ ആരും കരുതി അറിയാമായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അതുകൊണ്ട് തീർച്ചയായും നമുക്കൊരു പ്രചോദനം നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ വീണ്ടും ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ പോലെ പുറകെ പോയിരുന്നെങ്കിലും നമ്മൾ വീണ്ടും മാനസികമായി തളരുമായിരുന്നു. തീർച്ചയായിട്ടും ഇത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ മറ്റ് വർക്കുകൾ, മെറ്റീരിയൽസ് വർക്കുകളൊക്കെ RC ലഭിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. ഭരണസമിതി തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ട്. ഏതറ്റം വരെ പോകാൻ ഭരണസമിതിയിലെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും കഴിവും തന്നെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ടീം വർക്കായിട്ട്, അത് പഞ്ചായത്തൊന്നോ ബ്ലോക്കൊന്നോ അല്ലാതെ ജില്ലയൊന്നും അല്ലാതെ ടീം വർക്കായിട്ടെന്നുകൊണ്ട് ഈ ഭരണസമിതിക്ക് വേണ്ട ഒത്താശകളും അനുഗ്രഹങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് BDയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈസ് പ്രസിഡന്റ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബഹുമാനപ്പെട്ട BDO ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, LSCDAI, NRECI, NRECയിലെ ജീവനക്കാർ, നമ്മുടെ സഹജീവനക്കാർ, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, നമ്മുടെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ സമയത്ത് 2008 സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായിട്ട് മഹാത്മാ പുരസ്കാരം കിട്ടി എന്ന് പറഞ്ഞു. 2008-ലും 2013-ലും 2008 ഒരു പ്രാവശ്യം, അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ മഹാത്മാ പുരസ്കാരം നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ 2022-23 നമ്മുടെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ് സംസ്ഥാനത്ത് ഈ അവാർഡ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 23-24 നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് നോക്കുമ്പം വളരെ 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 ബാക്കിലേക്ക് പോയ ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ തൊഴിലുറപ്പ് ജീവനക്കാരെ ഇവിടെ വിളിച്ച് ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവിടെ വിളിച്ച് അവലോകന യോഗമൊക്കെ നടത്തുകയുണ്ടായി. കാരണം നമ്മുടെ സ്റ്റേറ്റിൽ വളരെ പിന്നിലേക്ക്, അവസാന സ്ഥാനത്തേക്ക് വരെ പിന്തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോഴേ 23-24 എത്തി നിൽക്കുന്നത്. അപ്പോൾ അത് ഇനി മാർച്ച് 31 വരെ ഏകദേശം 1.5 മാസമുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി തിരിച്ചു വന്ന് അടുത്ത വർഷം നമുക്ക് ഇത് നിലനിർത്താൻ സാധിക്കണം. നമുക്ക് ഒരു അവാർഡ് ഒരു പ്രാവശ്യം കിട്ടിയാൽ അത് നിലനിർത്താൻ വളരെ എളുപ്പമാണ്. കിട്ടാൻ പാടാണ്, കിട്ടിക്കഴിഞ്ഞാൽ നിലനിർത്തുക വളരെ എളുപ്പമാണ്. ഇപ്പോൾ 2021-22 വർഷം കെട്ടിട നികുതി പിരിവിൽ വെള്ളറട ഗ്രാമപഞ്ചായത്ത് 21-22 ദിവസം 100% നേടി. 22-23 പദ്ധതി ചെലവിൽ നമ്മൾ 100% നേടി. 22-23 NRESന് സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒന്ന് മാച്ചാക്കിയെടുത്താൽ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തായ സ്വരാജ് ട്രോഫി നേടിയെടുക്കാൻ അതൊരു പാക്കേജാണ്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭരണസമിതിക്ക്
ഇവിടുന്ന് പോകും മുമ്പ് തന്നെ കേരള സംസ്ഥാനത്തിലെ മികച്ച പഞ്ചായത്തിൻ്റെ സ്വരാജ് ട്രോഫി നേടുന്നതിന് വളരെ എളുപ്പമാണ്. കാരണം ഇപ്പോൾ പദ്ധതി ചെലവ് കഴിഞ്ഞ വർഷം 100%, ഇപ്പം വളരെ ബാക്കിലാണ്. ഇപ്പോൾ മികച്ച NRESന്റെ അവാർഡ് കിട്ടിയിരിക്കുന്നു, മഹാത്മാ പുരസ്കാരം കിട്ടിയിരിക്കുന്നു. നികുതി പിരിവ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം നമ്മൾ 100% നേടി. ഇതൊക്കെ ഒന്ന് മാച്ചാക്കി എടുത്താൽ നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതനുസരിച്ച് മറ്റു കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ക്ലിയർ ചെയ്തെടുത്താൽ നമ്മുടെ പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി, മികച്ച ഗ്രാമപഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ സംസ്ഥാന തലത്തിൽ വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഭംഗിയായ രീതിയിൽ അറിയപ്പെട്ടിരിക്കുകയാണ്. എന്നെ മലപ്പുറത്ത് നിന്ന് വരെ വിളിച്ചു. മലപ്പുറത്ത് ഇടപ്പാൾ ഗ്രാമപഞ്ചായത്ത് അവിടെ 2ാം സ്ഥാനത്ത് സംസ്ഥാനത്ത് വന്നെന്ന് തോന്നുന്നു. ഇടപ്പാൾ ഗ്രാമപഞ്ചായത്ത്, ഞാൻ ജോലി ചെയ്ത ബ്ലോക്ക് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ തുടർച്ചയായി 3 വർഷം സ്വരാജ് ട്രോഫി നേടിയിരിക്കുകയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി 3 പ്രാവശ്യം നേടിയിരിക്കുകയാണ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ അവിടെ നിന്നൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു. വെള്ളറട ഗ്രാമപഞ്ചായത്ത്, അവിടുത്തെ സ്ഥലന്മാർ വന്ന പഞ്ചായത്താണ് വെള്ളറട. അപ്പോൾ എല്ലാ ജില്ലയിലും നമ്മുടെ വെള്ളറട ഗ്രാമപഞ്ചായത്ത് അറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തുടർന്ന് നമുക്ക് സ്വരാജ് ട്രോഫി കിട്ടാൻ സാധിക്കട്ടെ എന്നും, ഇപ്പോൾ ഇതിനു വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച മുഴുവൻ തൊഴിലുറപ്പ് ജീവനക്കാരെയും അന്നത്തെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ഭരണസമിതി അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ക്രെഡിറ്റ് തുടർന്ന് നിലനിർത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു, കാരണം നമ്മളതിനനുസരിച്ച് വർക്കുണ്ടായിരുന്നു. വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. കാരണം ബ്ലോക്കിൽ നിന്നും ജില്ലയിൽ നിന്നും ശുശ്രൂഷ കേരളത്തിൻ്റെയും പല ടാർഗറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന വർക്ക് എടുത്ത് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ 500 എണ്ണം 1000 എണ്ണം തന്നു കഴിഞ്ഞാൽ അതിന് 800 എണ്ണം വരെ നമ്മൾ ടാർഗറ്റ് പറഞ്ഞതിൽ എസ്റ്റിമേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ രാവും പകലും ഇല്ലാതെ പണിയെടുത്ത് പോകുന്നത്. ഒരു പ്രതീക്ഷ ഇല്ലാതെ കിട്ടിയ ഒരു സാധനമല്ല എന്ന് ആദ്യമായിട്ട് ഞാനത് പറയുന്നു. കാരണം പലപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും പലയിടത്തുനിന്നും വഴക്കുകൾ മാത്രമാണ് നമ്മൾ അഭിമുഖീകരിക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ നമുക്കതൊരു സന്തോഷമാണ്, വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം പഞ്ചായത്ത് തന്നെ ഒരുക്കി തന്നിട്ടുണ്ട്. പഞ്ചായത്തിനെ അറിയിക്കുമ്പോൾ ഫണ്ട് ഇല്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് ഫണ്ട് വെച്ച് നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി തന്നു. നേരത്തെ ഉള്ള കാലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ സിസ്റ്റമും നമുക്ക് ഈ ഒരു ഫയല് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ ആ ഫയലിനകത്ത് സൂക്ഷിക്കണം. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സിസ്റ്റം, ഒരു പ്രിൻ്റർ, ഒരു സ്കാനർ, ഇത്രയും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫയൽ സെറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇടാണ്ട രേഖകളെല്ലാം സൂക്ഷിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇടണമെങ്കിൽ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊന്നും ഇല്ലാതെ നമ്മൾ മാനുവലായിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങളിൽ പലതും ഇല്ല. സാധനങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങളാണെങ്കിൽ പോലും ആൾക്കാരെ കയ്യിൽ നിന്ന് പോലും നമ്മളത് കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കൊണ്ടുതരുന്ന അപേക്ഷ നമ്മൾ ചെയ്തു പോകുന്നു, ആരെയും റിജക്റ്റ് ചെയ്യുന്നില്ല. ഇന്നത് കാരണം ഇന്നതില്ല, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കൽ പോലും ഒരു ആളെ ഇവിടെ നിന്ന് പറഞ്ഞ് അയച്ചിട്ടില്ല. കിട്ടുന്ന ഫയലെല്ലാം എടുക്കുന്നു, ചെയ്യുന്നു, പോകുന്നു. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇതൊക്കെ കൊണ്ടാണ് അന്ന് സംഭവിച്ചു പോയത്. അപ്പോൾ അന്നത്തെ ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ തുടർ വർഷങ്ങളിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 23, 24 നമുക്കും പ്രതീക്ഷയുണ്ട്. അത് പ്രതീക്ഷ കൈവിടാൻ പറ്റില്ല. 23, 24 പ്രതീക്ഷയുണ്ട്. അതിനനുസരിച്ചുള്ള വർക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിലാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന വർക്ക് അത്രയും ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഈ മഹാത്മാ പുരസ്കാരം അടുത്ത വർഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. 100% ഉറപ്പുള്ള കാര്യമാണ്. തുടങ്ങി വെച്ച പ്രവൃത്തികൾ തീർക്കണം. അത് തീർക്കാതെ അടുത്ത വർഷത്തെ പുതിയ വർക്കിലോട്ട് പോയി കഴിഞ്ഞ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നിലവിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന വർക്കുകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം എല്ലാ വാർഡ് മെമ്പർമാരും നമുക്ക് അതിനു വേണ്ടി ഒരുക്കി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അനുമോദനം തരാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ നമ്മളെല്ലാവരുടെയും സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി.